CPM-നെ കൈവിട്ടിരിക്കുന്നു. സംഭവിച്ചിരിക്കുന്നത് വലിയ അപജയമാണെന്നും അതാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ പരാജയമാണെന്നും പറയുന്ന CPM കേന്ദ്ര കമ്മിറ്റി ആ ദൗർബല്യങ്ങൾ തിരുത്തിയില്ല എങ്കിൽ ഇതിനേക്കാളും വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നും ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ കേന്ദ്ര കമ്മിറ്റി തന്നെ അതിനെ വിലയിരുത്തിയത് തിരുത്താൻ പറ്റാത്ത രീതിയിലുള്ള പോക്ക് തന്നെയാണ് കേരളത്തിൽ നടക്കുന്നത് എന്നതാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ആകെ ഉണ്ടായിരുന്ന കേരളവും CPM-ന് നഷ്ടപ്പെടും എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. 10 വർഷം കൊണ്ട് തിരുത്താൻ കഴിയാതെ വഷളായി പോയ ഒരു സംവിധാനത്തിന് ഇനി 2 മാസം കൊണ്ട് എന്ത് തിരുത്തൽ വരുത്താൻ കഴിയും എന്നുള്ളതാണ് ചോദ്യം. അതായത് ഇന്ന് കേരളത്തിലെ CPM-ന്റെ ദൗർബല്യങ്ങളും പോരായ്മകളും പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെ തിരുത്തുക അല്ലെങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ മുഖ്യമന്ത്രി പദത്തിൽ നിന്നും പിണറായി വിജയനെ മാറ്റുമോ എന്നുള്ളതാണ് എല്ലാവരും കാത്തിരിക്കുന്ന കാര്യം. ചുരുക്കി പറഞ്ഞാൽ ആകെ ഉണ്ടായിരുന്ന കേരളവും CPM-ന് കൈവിട്ടു എന്നുള്ളതാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ തന്നെ വിലയിരുത്തൽ വന്നിരിക്കുന്നത്. CPM കേന്ദ്ര കമ്മിറ്റിയിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ റിപ്പോർട്ടിൽ കേരളത്തിലെ CPM-നെ സംബന്ധിച്ച് വന്നിരിക്കുന്ന ആശങ്ക അത് ഭരണം അവസാനിച്ചു എന്നുള്ളത് തന്നെയാണ്. അതായത് കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായത് വലിയ തോൽവിയെന്നും ഈ തോൽവിക്കെല്ലാം കാരണം കേരളത്തിലെ രാഷ്ട്രീയ സംഘടനാ ദൗർബല്യങ്ങളാണ്. അത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഉണ്ടായിരുന്നു. എന്നാൽ ഈ ദൗർബല്യങ്ങൾ പരിഹരിക്കാൻ പറഞ്ഞു, പക്ഷേ പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്നു മാത്രമല്ല അതിനേക്കാളും വഷളായി. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായി കണ്ടു. ദൗർബല്യങ്ങൾ അതിവേഗം പരിഹരിക്കാനായില്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതിനേക്കാളും വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ആ റിപ്പോർട്ടിലുള്ളത്. എന്നാൽ ദേശീയ സെക്രട്ടറി MA ബേബിക്ക് തന്നെ നന്നായി അറിയാം, ചരിത്രത്തിൽ കാണാത്ത രീതിയിൽ അധപ്പതിച്ചൊരു കമ്മ്യൂണിസ്റ്റ് ഭരണം കേരളത്തിൽ ഇനി തുടരാൻ പോകുന്നില്ല എന്നുള്ള കാര്യം. അത് അദ്ദേഹം പിണറായി വിജയനെ പേടിച്ച് തുറന്നു പറയാനോ ശാസിക്കാനോ തയ്യാറാകുന്നില്ല. എങ്കിലും ഈ റിപ്പോർട്ട് തന്നെ MA ബേബിയുടെ മനസ്സാണ് പ്രതിഫലിക്കുന്നത്, മനസ്സിലെ ചിന്തകളാണ് സൂചിപ്പിക്കുന്നത്. ഇനിയുള്ള 2 മാസം വിവാദത്തിൽപ്പെടരുത് എന്നും ജാതിമത സംഘടനകൾ അകലുന്ന പ്രസ്താവനകളൊന്നും നേതാക്കൾ നടത്തരുത് എന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. CPM ജനറൽ സെക്രട്ടറി MA ബേബി തന്നെ ഈ റിപ്പോർട്ട് അവതരിപ്പിച്ചിട്ടും വെള്ളാപ്പള്ളി നടേശൻ എന്ന സാമുദായിക നേതാവ് വർഗീയ വിഷം ചീറ്റാൻ വേണ്ടി CPM-നെ കൂട്ടുപിടിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നമായി മാറിയിരിക്കുന്നത്. ഒപ്പം സുകുമാരൻ നായരെയും കൂടെ കൂട്ടാനുള്ള ശ്രമങ്ങൾക്ക് പിന്നിലും ചില അഴിമതി കഥകളുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഒരു നല്ല കാര്യത്തെയും പിന്തുണക്കാതെ ഇങ്ങനെ കാട്ടുകള്ളന്മാരെയും സ്വർണ്ണക്കള്ളന്മാരെയും മൈക്രോ ഫൈനാൻസ് തട്ടിപ്പുകാരെയും പുതിയ മറ്റഴിമതിക്കാരെയും ഒക്കെ ചങ്ങാതിമാരാക്കി നടക്കുന്നത് 10 വർഷമായി. ഇത് 2 മാസം കൊണ്ടൊന്നും ശരിയാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് കേന്ദ്രം തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ ഭരണം നഷ്ടപ്പെടുമെന്നതാണ് CPM കേന്ദ്ര കമ്മിറ്റിയിൽ ദേശീയ സെക്രട്ടറി MA ബേബി അവതരിപ്പിച്ച രാഷ്ട്രീയ റിപ്പോർട്ടിൻ്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത്.